പെരിയാർ തീരത്തെ കമ്പനികളിൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം. പ്രദേശത്ത് പ്രവർത്തനാനുമതിയുള്ള കമ്പനികളുടെ പട്ടിക മലിനീകരണ നിയന്ത്രണ ബോർഡ് കോടതി നിയോഗിച്ച സമിതിക്ക് കൈമാറണം. അതിനിടെ കുടിവെള്ള വിതരണത്തിനായി ജലം ശേഖരിക്കുന്ന മേഖലകളിലും വ്യവസായശാലകളിൽ നിന്ന് മാലിന്യം ഒഴുക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. മത്സ്യക്കുരുതിയുടെ പശ്ചാത്തലത്തിലാണ് പെരിയാർ തീരത്തെ കമ്പനികളിൽ പരിശോധന നടത്താൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ പട്ടിക സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹൈക്കോടതി നിയോഗിച്ച സമിതിക്ക് കൈമാറണം. പ്രവർത്തനാനുമതിയുള്ള കമ്പനികളുടെ പട്ടികയും ബോർഡ് പ്രത്യേകം നൽകണം. പെരിയാർ നദിയിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരണം. പ്രദേശത്ത് ആരോഗ്യ സർവേ നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടി ആവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കുടിവെള്ള വിതരണത്തിനായി ജലം ശേഖരിക്കുന്ന മേഖലകളിലും വ്യവസായശാലകളിൽ നിന്ന് മാലിന്യം ഒഴുക്കുന്നുവെന്നാണ് ഹൈക്കോടതി നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ. സമിതിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. കുഴലുകൾ വഴി തോടുകളിലൂടെയാണ് കമ്പനികൾ മലിനജലം പുഴയിലേക്ക് ഒഴുക്കുന്നത്. കുടിവെള്ളം ശേഖരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കുഴലുകൾ നീക്കം ചെയ്യണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഇത് നടപ്പാക്കിയിട്ടില്ല. കാടുകൾ വളർന്നതിനാൽ ചില ഭാഗങ്ങളിലെ കുഴലുകൾ കാണാൻ സാധിക്കാത്ത രീതിയിലാണ്. വ്യവസായശാലകളിലെ മാലിന്യങ്ങൾക്കൊപ്പം തന്നെ ഗാർഹിക മാലിന്യങ്ങളും കുടിവെള്ള വിതരണത്തിനായി ജലം ശേഖരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.